നമസ്കാരം. നമസ്കാരം. ഇച്ചിരി മുമ്പ് എന്നോട് പറഞ്ഞു ഇങ്ങനെ നമസ്കാരം പറയണം, എന്നിട്ട് അവസാനം ഇങ്ങനെ നമസ്കാരം പറഞ്ഞു. ഓക്കെ, എന്തായാലും നമസ്കാരം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായിട്ട് എൻ്റെ കുട്ടിക്കാലം ആദ്യത്തെ എപ്പിസോഡിൽ, രണ്ടാമത്തെ എപ്പിസോഡിൽ ഞാൻ കൽപ്പിതയെ കണ്ടുമുട്ടിയ സമയം അതിനെക്കുറിച്ച് പറഞ്ഞു. ഇനിയിപ്പം ഞങ്ങളുടെ ആഫ്രിക്കൻ ജീവിതങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം ആഫ്രിക്കൻ ജീവിത ആ ഓർമ്മകളും ഒക്കെ ആയിട്ട് നമുക്ക് ഈ എപ്പിസോഡ് അങ്ങോട്ട് പോകാം. ആഫ്രിക്കയിൽ കുറേ രാജ്യങ്ങൾ ഞങ്ങൾ പോയിട്ടുണ്ട്. ഞങ്ങൾ അവിടെയൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. ആഫ്രിക്കയിൽ മാത്രമല്ല, ആഫ്രിക്കയ്ക്ക് പുറത്തും ഒക്കെ പല രാജ്യങ്ങൾ പോയിട്ടുണ്ട്. എന്നാലും 3 രാജ്യങ്ങൾ ഞങ്ങൾക്ക് എപ്പോഴും വളരെ അടുപ്പം തന്ന രാജ്യങ്ങളാണ് ആഫ്രിക്കയിൽ തന്നെ. ഒന്ന് സൊമാലിയ. അത് ആഫ്രിക്കയിലെ ആദ്യ രാജ്യമാണ്. ഞങ്ങളുടെ പ്രണയ എന്ന് വെച്ചാൽ നമ്മുടെ വിവാഹ ജീവിതത്തിൻ്റെ ആദ്യ ദിവസങ്ങൾ സൊമാലിയയിലായിരുന്നു. രണ്ടാമത് യുഗാണ്ട. യുഗാണ്ടയിലാണ് കെയെ കൺസീവ് ചെയ്യുന്നത് യുഗാണ്ടയിലാണ്. മൂന്നാമത്തത് എത്യോപ്യ. കെആറെ കൺസീവ് ചെയ്യുന്നതും കെആറെ ജനിക്കുന്നതും എത്യോപ്യയിലാണ്. അപ്പോൾ ഈ 3 രാജ്യങ്ങളും ഞങ്ങളുടെ മനസ്സിന് ഒത്തിരി അടുപ്പം തന്ന രാജ്യങ്ങളാണ്. സൊമാലിയയിൽ ഞങ്ങൾ പോകുന്ന സൊമാലിയൻ ജീവിതമൊക്കെ ഞാൻ വീണ്ടും എപ്പോഴേലും ഡീറ്റെയിൽ ആയിട്ട് എപ്പോഴേലും പറയാം. ഇതിനകത്ത് നമ്മൾ സൊമാലിയ, യുഗാണ്ട, എത്യോപ്യ ജീവിതങ്ങൾ, ഞങ്ങളുടെ അനുഭവങ്ങൾ പെട്ടെന്നൊന്ന് പറഞ്ഞു തരികയാണ്. സൊമാലിയയിൽ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഞങ്ങൾക്ക് ശരിക്കും പേടിയായിരുന്നു. ഞങ്ങൾ അന്ന് അത്ര മച്വേർഡ് ആയിട്ടുള്ള ഒരു ഏജൊന്നും ആയിട്ടില്ല. ഞങ്ങൾ അവിടെ ചെല്ലുമ്പം എന്താണ് സംഭവിക്കാൻ പോകുന്നത്? സൊമാലിയയിൽ അന്ന് പൈറേറ്റ്സ് ഇല്ല അവിടെ, പക്ഷേ സിവിൽ വാർ ഉണ്ട് അവിടെ. അപ്പോൾ സിവിൽ വാർ എന്താണെന്ന് പോലും കൂടുതലായിട്ട് എനിക്കറിയില്ലായിരുന്നു. കൽപ്പനയ്ക്ക് അറിയാമായിരുന്നായിരിക്കും ഒരു പക്ഷേ. വായനയിൽ ഒരു സ്വല്പം പിന്നോട്ടായിരുന്നുകൊണ്ട് ഞാൻ സിവിൽ വാർ എന്താണ് എന്നുള്ള കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ പോയില്ല. പക്ഷേ കൽപ്പിത ഇങ്ങനെ പറഞ്ഞു, സിവിൽ വാർ എന്ന് പറഞ്ഞാൽ 2 കൂട്ടർ തമ്മിലുള്ള വഴക്കാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. ഗവൺമെൻറ് പോലും ഇല്ലാത്ത ഒരു രാജ്യത്തേക്കാണ് ഞങ്ങൾ പോകുന്നതെന്ന് ഞാൻ ഒരിക്കലും തന്നെ ചിന്തിച്ചില്ല. പറഞ്ഞെങ്കിലും ഗവൺമെൻറ് ഇല്ലേ, ഗവൺമെൻറ് ഇല്ലാതെ ഏത് രാജ്യം എന്നൊക്കെ ചിന്തിച്ചോളൂ. പക്ഷേ റിപ്പബ്ലിക് ഓഫ് സൊമാലിയ അങ്ങനെ ഞാൻ പറഞ്ഞു. ഞാൻ വിസ കാണിച്ചിട്ട് പറഞ്ഞു, ഇതിനകത്ത് റിപ്പബ്ലിക് ഓഫ് സൊമാലിയ എന്ന് എഴുതിയിട്ട് കൊണ്ടുവന്നു. അങ്ങനെ സൊമാലിയയിൽ ചെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ശരിക്കും ഗവൺമെൻറ് ഇല്ലായിരുന്നു അവിടെ. വാർലോഡ്സ്, ആയുധം കൂടുതലുള്ളവന് ശക്തി, ആ രീതിയിലായിരുന്നു അവിടെ. അവിടെ ക്ലാൻസ് ഉണ്ട്, 4 മേജർ ക്ലാൻസ് ഉണ്ട്. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. ഒരു സമയത്ത് കുറേയേറെ വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിലെ തന്നെ ഏറ്റവും സമ്പന്ന രാജ്യങ്ങളിൽ ഒന്നായിരുന്നു സൊമാലിയ. പക്ഷേ ഇന്ന് ഏറ്റവും പാവപ്പെട്ട രാജ്യങ്ങളിൽ ഒന്നായി മാറി സൊമാലിയ. അത് ഇവർ തമ്മിലുള്ള അടിയും ബഹളവും കാരണമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ വഴക്കും ബഹളവും ഒന്നും ഒരു കാലത്തും ഒരു സൊല്യൂഷൻ ആവുന്നില്ല. വഴക്ക് പിടിക്കുകയല്ല ചെയ്യേണ്ടത്, നമ്മൾ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുകയാണ് ചെയ്യേണ്ടത്. പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞു തീർക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയോ നന്നായിട്ട് നമുക്ക് ജീവിച്ചു പോകാം, അല്ലേ? അത് സൊമാലിയയുടെ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ സൊമാലിയയിലെ ആൾക്കാർ, ഞങ്ങൾ പേടിച്ചാണ് ഞങ്ങൾ അവിടെ ചെന്നത്. അവിടെ ചെന്ന് ഒരു പ്രത്യേകത എന്നാ വെച്ചാൽ, ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേന് റമദാൻ നടക്കുന്ന സമയമായിരുന്നുകൊണ്ട് ഞങ്ങൾ ചെല്ലുന്ന അന്ന് റമദാനില്ല, അതിൻ്റെ അടുത്ത ദിവസം ഞങ്ങളെ ഇവർ വളരെ ആഘോഷപൂർവ്വം സ്വീകരിക്കുകയൊക്കെ ചെയ്തു. ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു നോവൽ എഴുതുന്നുണ്ട്, അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ചെല്ലാം എഴുതാം കംപ്ലീറ്റ്ലി. പക്ഷേ ഇപ്പം ഞാൻ പെട്ടെന്ന് അങ്ങ് പറയുകയാണ്. അപ്പോൾ സൊമാലിയയിൽ ചെന്നു. അവിടെ ഇവർ നമ്മളെ വളരെ സ്നേഹപൂർവ്വം സ്വീകരിച്ചു. ഞങ്ങളെ അവരുടെ ക്വാർട്ടേഴ്സിൽ, ഞങ്ങൾക്ക് വേണ്ടി അലോക്കേറ്റ് ചെയ്ത ക്വാർട്ടേഴ്സിൽ പോയി. ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു മുറിയേ ഉള്ളൂ, എയർ കണ്ടീഷനുണ്ട്. അത്ര ഭയങ്കര ചൂടാണ് സൊമാലിയയിൽ, അല്ലെ 50 ഡിഗ്രി സെൽഷ്യസ്. അപ്പം അവിടെ ആ മുറിയിൽ ഞങ്ങൾ താമസിച്ചു. അവർ കുറച്ച് ഫുഡൊക്കെ ഞങ്ങൾക്ക് മേടിച്ച് കരുതിയിരുന്നു. അതിന് അന്നത്തെ ദിവസം ഞങ്ങൾക്ക് നല്ല ഫുഡ്, പിന്നെ ഞങ്ങൾ ഹോട്ടലിൽ പോയി നല്ല ഫുഡൊക്കെ കഴിച്ചു. അതിന് തൊട്ടടുത്ത ദിവസം അദ്ദേഹം രാവിലെ വരാമെന്നൊക്കെ പറഞ്ഞു പോയി. പക്ഷേ അന്നായിരുന്നു റമദാൻ തുടങ്ങിയത് കൊണ്ട് നമ്മുടെ സുഹൃത്ത് വന്നില്ല. അബ്ദുറഹ്മാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം വന്നില്ല. അപ്പോൾ റമദാൻ തുടങ്ങിയോ ഇല്ലയോ എന്നൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞില്ലായിരുന്നു. ഞങ്ങൾ അന്ന് വൈകിട്ട് വരെ വെയിറ്റ് ചെയ്തു. അന്ന് വൈകിട്ടും ഇദ്ദേഹം വന്നില്ല. അടുത്ത ദിവസം
ഞങ്ങളുടെ ക്വാർട്ടേഴ്സിൻ്റെ അടുത്തെങ്ങോ ഒരു മനുഷ്യനില്ല. അടുത്ത ദിവസവും ഇതുപോലെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക, വിശക്കുന്നുമുണ്ട്. ആദ്യത്തെ ദിവസം ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ബിസ്ക്കറ്റ്, അവർ തന്ന കുറച്ച് ബിസ്ക്കറ്റ്, ബ്രെഡ് ഒക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ അടുത്ത ദിവസമായപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അവർ വേറെന്തോ ട്യൂണയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു, ട്യൂണ ടീൻ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ആൾക്കാർ ബ്രെഡിനകത്ത് ട്യൂണ ഒക്കെ റോ ആയിട്ടുള്ളത്, അത് പ്രോസസ്ഡ് ആണ്, ടിന്നിലാക്കിയ പ്രോസസ്ഡ് ട്യൂണ അതുപടി വെച്ച് ബ്രെഡിനകത്ത് വെച്ച് അവർ കഴിക്കുമായിരുന്നു. പക്ഷെ നമുക്കറിയില്ലായിരുന്നു അങ്ങനെ കഴിക്കും, നമുക്കങ്ങനെ കഴിക്കാൻ പറ്റും എന്നൊന്നും ചിന്തിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾ അതിൽ ടച്ച് ചെയ്തേയില്ല. ഞങ്ങൾ വിശന്നിരുന്നു, ഉണ്ടായിരുന്ന വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോയി. പിന്നെ മൂന്നാമത്തെ ദിവസം വൈകുന്നേരം അബ്ദുറഹ്മാൻ വീണ്ടും വന്നു. അബ്ദുറഹ്മാൻ വന്നു, ബ്രദർ സോറി വി ഹാഡ് റമദാൻ, വി ആർ എക്സ്ട്രീംലി സോറി എന്നൊക്കെ പറഞ്ഞു വന്നു. ഞാൻ പറഞ്ഞു നോ പ്രോബ്ലം അബ്ദുറഹ്മാൻ, എന്തായാലും ഞങ്ങളും ഇനി റമദാൻ നോക്കുകയാണ് എന്ന് പറഞ്ഞു. ആ ഒരു പ്രാവശ്യം, ആദ്യത്തെ ആ വർഷം 2000 ആണ്ട് ഞങ്ങളും റമദാൻ നോക്കി അവിടെ കൂടി. അത് കഴിഞ്ഞ് റമദാൻ നോക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ, നമ്മുടെ ആരോഗ്യത്തിനും നല്ലതാണ്, നമ്മുടെ മനസ്സിനും ഒരു ശാന്തിയൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ ഇന്ന വിശ്വാസി എന്നൊന്നുമില്ല. ഇസ്ലാം വിശ്വാസം, ഹിന്ദു വിശ്വാസം, ക്രിസ്തീയ വിശ്വാസം, അതെ, മനുഷ്യത്വമാണ് ഏറ്റവും വലുതെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ സൊമാലിയയിലെ ആൾക്കാർ വളരെ സ്നേഹമുള്ള ആൾക്കാരാണ്. ഞാനിങ്ങനെ സിവിൽ വാർ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അത് അവരുടെ തെറ്റിദ്ധാരണ കൊണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻ കൊണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് പിടിക്കണം. പക്ഷേ അവർക്ക് വളരെ നല്ല മനസ്സുള്ളവർ, വളരെ നന്നായിട്ട് സ്നേഹിക്കുന്നവർ, ഒത്തിരി ഹെൽപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെയാണ്. പക്ഷേ എന്തായാലും സൊമാലിയ ഇന്നും വളരെ ബുദ്ധിമുട്ടുകളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നീട് യുഗാണ്ടയിൽ പോയി. യുഗാണ്ട വളരെ സുന്ദരമായൊരു സ്ഥലമാണ്. ഒരു 40 വർഷം മുമ്പ് നല്ല പച്ചപ്പുള്ള കേരളമില്ലേ, കപ്പയും ഒക്കെ ഇഷ്ടം പോലെയുള്ള കപ്പയും ചക്കയും പ്ലാവും മാവും ഒക്കെയുള്ള കേരളം. ആ കേരളത്തിൻ്റെ മറ്റൊരു വേർഷനാണ് യുഗാണ്ട. നല്ല പച്ചപ്പുള്ള ഒരു സ്ഥലം. അവിടെ ലോകത്തിലെ ഏറ്റവും നീളമുള്ള നദിയുടെ ഉത്ഭവം അവിടെയാണ്, നൈൽ നദിയുടെ. അതേപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ തടാകങ്ങളിലൊന്ന്, കായലുകളിലൊന്ന് വിക്ടോറിയ ലേക്ക്, അത് അവിടെയാണ്. അങ്ങനെ ഒത്തിരി പ്രത്യേകതകളുള്ള യുഗാണ്ട. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഞങ്ങൾക്ക് വീക്കെൻഡിൻ്റെ സമയത്തൊക്കെ ഞങ്ങൾ അവിടെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുമായിരുന്നു. പ്രത്യേകിച്ച് പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ ഒക്കെ കാണാൻ പോകുമായിരുന്നു. അങ്ങനെ കാട്ടിനകത്തൂടെയൊക്കെ നമുക്ക് പോകാൻ പറ്റും. വളരെ സന്തോഷമുള്ള അനുഭവമായിരുന്നു. കുറേ മലയാളി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. വിജിലേഷ് പലപ്പോഴും നമ്മുടെ വീഡിയോയിലൊക്കെ ഉള്ള വ്യക്തിയാണ്. വിജിലേഷ് ഞാൻ അങ്ങനെ യുഗാണ്ട എന്ന് പരിചയപ്പെട്ട വ്യക്തിയാണ്. ഞങ്ങൾ യുഗാണ്ടയിൽ ചെന്നപ്പോഴത്തേന് ഞങ്ങളെ സ്വീകരിക്കാനായിട്ട് കോതമംഗലംകാരനായ ദീപുവിൻ്റെ വൈഫ് പ്രിൻസിയും അവർക്ക് ഉള്ള ഒരു അവരുടെ മോള് കുട്ടൂസും ഉണ്ടായിരുന്നു. അവർക്കൊരു കുട്ടിയും കൂടെ പിറന്നു. ഞങ്ങൾ അവിടുന്ന് പോരാറായപ്പോഴത്തേന് അവർ ഞങ്ങളെയും കൊണ്ട് കുറേ സ്ഥലങ്ങളൊക്കെ പോയി. ആദ്യമായിട്ട് ഞങ്ങളെ കടകളിൽ കൊണ്ടുപോകുന്നു, സൂപ്പർ മാർക്കറ്റ് പരിചയപ്പെടുത്തുന്നതൊക്കെ ദീപുവാണ്. വളരെ ഫ്രണ്ട്ലി ആയിട്ട്. എപ്പോഴും ദീപുവിനെ ഞാൻ സാധാരണ കാണുന്നത് വളരെ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതേപോലെ കൽപ്പിത ദീപുവിനെ കുറിച്ച് ഓർക്കുന്നത് നമ്മൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ദീപു നമ്മുടെ നാട്ടിൽ എന്ന് എപ്പോഴും ദീപു പറയും. കാരണം ദീപുവിന് കേരളത്തിനോട് ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ആയിരുന്നു, മലയാളികളോട് ഭയങ്കര ഒരു സ്നേഹമായിരുന്നു. ഇപ്പോൾ ഏതെങ്കിലും ഒരു മലയാളി വരികയാണെന്നുണ്ടെങ്കിൽ ദീപു ഉറപ്പായിട്ടും അവരെ സഹായിക്കാവുന്നതിൻ്റെ ബെസ്റ്റ് രീതിയിൽ സഹായിക്കും. ഞങ്ങളെയും കൊണ്ട് അദ്ദേഹം നൈൽ നദിയുടെ ഉത്ഭവം കാണാനായിട്ട് പോയി. എവിടെയാണ് ജിഞ്ചയിൽ പോയി. അങ്ങനെ കുറേ സ്ഥലങ്ങൾ ഞാനും ദീപും ഒക്കെ ആയിട്ട് കറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ അതേ അപ്പാർട്ട്മെൻറ്റിൽ തന്നെയായിരുന്നു പാപ്പച്ചൻ. ഞങ്ങളിവിടെ വർക്ക് ചെയ്തതല്ല, പക്ഷേ പാപ്പച്ചനും ഞങ്ങളും പാലക്കാരനാണ്, വളരെ അടുത്ത് ജീവിച്ചാണ്. പിന്നെ ഷിനോജ്, സുനു, അതേപോലെ തന്നെ നമ്മൾ ടോജൻ, അങ്ങനെ കുറേ പേര്. ഇവരൊക്കെ എന്നും ഞങ്ങളുടെ മനസ്സിലുണ്ടാവും. അവിടെയാണ് കേയ കൽപ്പിതയുടെ വയറ്റിൽ ഉണ്ടായത്. അപ്പോൾ അവിടെ കേയ കൺസീവ് ചെയ്തു. കേയ എന്നുള്ള പേരിൻ്റെ അർത്ഥം ഏഷ്യൻ ഫ്ലവർ എന്നാണ്. അപ്പോൾ യുഗാണ്ടയിൽ വെച്ച് ആഫ്രിക്കയിലായിരുന്നുകൊണ്ട് നമുക്ക് ഏഷ്യയോടും ഇന്ത്യയോടും ഒക്കെ ഒരു സ്നേഹമുണ്ടല്ലോ. ആ സ്നേഹം കൊണ്ട് ഞങ്ങൾ ആദ്യത്തെ കുട്ടിക്ക് ഏഷ്യൻ ഫ്ലവർ എന്ന് തന്നെ പേരിടാം എന്ന് വിചാരിച്ച് അങ്ങനെ കേയ എന്ന് പേരിട്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ യുഗാണ്ടയിൽ നാട്ടിൽ വന്ന് കേയ ഉണ്ടാകുന്നത് കേരളത്തിലാണ്. കേയ ജനിക്കുന്നത്.
നമ്മുടെ വീട്ടിൽ വന്ന് കേയ ഇവിടെ കോട്ടയത്ത് മാതാ ഹോസ്പിറ്റലാണ് കേയ ജനിക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പല രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിലായിട്ട് പോയി. ഘാന, മഡഗാസ്കർ, അങ്ങനെ പല സ്ഥലങ്ങളിൽ പോയി. പിന്നീട് ഞങ്ങൾ ചെല്ലുന്നത് എത്യോപ്യയിലാണ്. അപ്പം കേയ്ക്ക് 2 വയസ്സ് പ്രായം. 2ാമത്തെ ബർത്ത്ഡേ ഞങ്ങൾ അവിടെ സെലിബ്രേറ്റ് ചെയ്തു. എത്യോപ്യയിൽ ചെന്ന് ഒരാഴ്ചക്കുള്ളിലായിരുന്നു തോന്നുന്നു 2ാമത്തെ ബർത്ത്ഡേ. ഏകദേശം 2 മാസം കഴിഞ്ഞ് കെയാറ കൽപ്പിതയുടെ വയറ്റിൽ ജനിച്ചു. എന്നുവെച്ചാൽ കൺസീവ് ചെയ്തു. എത്യോപ്യയിലെ ആൾക്കാരും ഈ സൊമാലിയയിലെ ആൾക്കാരെ പോലെ തന്നെ വളരെ സ്നേഹമുള്ള ആൾക്കാരാണ്. അതിലും കുറച്ചുകൂടെ സ്നേഹമുള്ള ആൾക്കാരാണ്. നമ്മളോട് ഇങ്ങോട്ട് വന്ന് എന്തെങ്കിലും ഹെൽപ്പ് വേണോ, ഒരു കുരുട്ടുബുദ്ധിയും കൊണ്ടല്ല, അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ സന്തോഷമാണ്, അവർ ഹെൽപ്പ് ചെയ്യാൻ വില്ലിങ് ആണ്. അതുകൊണ്ട് ഇങ്ങോട്ട് വന്ന് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ മനുഷ്യരല്ലേ, തെറ്റില്ലാത്ത മനുഷ്യരുണ്ടോ? എല്ലാ മനുഷ്യരിലും തെറ്റുകളുണ്ട്. അത് നമ്മൾ കാണണ്ടെന്നേ. തെറ്റെന്തിനാണ് നമ്മൾ നോക്കി പോകുന്നത്? നമ്മൾ നന്മ മാത്രം കണ്ടാൽ മതി. അപ്പോൾ എത്യോപ്യയിൽ എനിക്ക് ഒത്തിരി നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നല്ല സ്ഥലങ്ങളുമാണ്. ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. ആ അമ്മച്ചി മദർ എന്നാണ് എത്യോപ്യയിൽ അവർ പറയുക. മദർ എന്ന് പറയുമ്പം അമ്മ അല്ലെങ്കിൽ അമ്മച്ചി എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ പുള്ളിക്കാരത്തി ഞങ്ങളുമായിട്ട് ഭയങ്കര അടുപ്പമായിരുന്നു. ഞങ്ങളെ ഭയങ്കര കാര്യമായിരുന്നു. അപ്പോൾ അവരുടെ ഫുഡ് എന്ന് പറയുന്നത് ഇഞ്ചിറ എന്ന് പറഞ്ഞൊരു ഫുഡാണ്. ഇഞ്ചിറയും ദൊറോവാത്ത് എന്ന് പറഞ്ഞാൽ കോഴിക്കറി. ഇഞ്ചിറ എന്ന് പറയുന്ന വലിയൊരു ദോശ, നല്ല പുള്ളിപ്പൻ ദോശ, കടുപ്പുള്ളിപ്പൻ ദോശ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി ഞങ്ങളുടെ അടുത്ത് വരുമായിരുന്നു. എനിക്ക് ഈ നമ്മുടെ നാടൻ ഫുഡ് കിട്ടാൻ സാധ്യത കുറവുള്ള ഏരിയ ആയതുകൊണ്ട് ഇച്ചിരി കടുപ്പൻ പുള്ളിയാണെങ്കിലും ആ ദോശയായിട്ടൊരു ചെറിയ സാമ്യം ഉണ്ടായിരുന്നുകൊണ്ട് അതിഷ്ടമായിരുന്നു. അത് അമ്മച്ചിക്ക് മനസ്സിലാകുകയും ചെയ്തു. അമ്മച്ചി മിക്കവാറും ഒക്കെ ഉണ്ടാക്കി കൊണ്ട് തരികയും ചെയ്യുന്നു. ഈ കോഴിയൊക്കെ അവിടെ അധികം പൈസയുള്ള ആളുകളല്ലല്ലോ. അപ്പോൾ കോഴിയൊക്കെ കണ്ടിക്കുക എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. ഞാൻ പറഞ്ഞു, പഴയകാല കേരളത്തിൽ നമ്മൾ എല്ലാ ദിവസവും ഒന്നും കോഴിയൊന്നും കണ്ടിച്ച് കറി വെച്ചിരുന്നില്ല. വല്ലപ്പോഴും എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതുപോലെ ആയിരുന്നു അവരും. അപ്പോൾ അവരെന്തെങ്കിലും ഒരു ഫംഗ്ഷന് ഇങ്ങനെ കോഴിയൊക്കെ കണ്ടിച്ച് കറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒരു കുറച്ച് കോഴി തരും. കൽപ്പിത കഴിക്കത്തില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ കൽപ്പിതയ്ക്ക് ആശാ ഗുലാഷ് എന്ന് പറഞ്ഞാൽ മീനിൻ്റെ ഒരു വിഭവമാണ്. അപ്പോൾ ആ മീനിൻ്റെ വിഭവവും മുട്ടയും ഒക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു. ഞങ്ങൾ ഭയങ്കരമായിട്ട് നല്ല അയൽവക്കംകാരായിട്ട് കുറേ നാൾ ഇങ്ങനെ ജീവിച്ചു. അത് കഴിഞ്ഞ് കെയാറ ജനിക്കുന്ന സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ സഹായം ചെയ്ത് മെസ്ഫിൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്തും അദ്ദേഹത്തിൻ്റെ വൈഫ് ഹൈമി എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വൈഫുമാണ്. ഞങ്ങളുടെ വീട്ടിൽ വന്ന് നിന്ന് പുള്ളിക്കാരത്തി എല്ലാ കാര്യങ്ങളും കൽപ്പിതയ്ക്ക് വേണ്ടി ചെയ്യുമായിരുന്നു. അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റുകയില്ല. എന്നും നമ്മുടെ മനസ്സിൽ സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ആഫ്രിക്കയാണ് എനിക്ക് എന്നുള്ളത്. സോളമൻ്റെ മലാഖി എന്ന സോളമൻ്റെ വൈഫ്, ഇവരെല്ലാം ഭയങ്കര സ്നേഹം. എത്യോപ്യയിൽ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് കാണുവാനും അങ്ങനെ സഞ്ചരിക്കുവാനും. എത്യോപ്യയിലും ഉണ്ട് ഇഷ്ടംപോലെ. ആഫ്രിക്കയിൽ എവിടെ പോയാലും നമുക്ക് പുതിയ നമ്മൾ കണ്ടിട്ടില്ലാത്ത പല കാര്യങ്ങളുണ്ട്. അതൊക്കെ ആയിട്ട് യാത്ര ചെയ്യണമെന്നുണ്ട്. അന്നേരമാണ് ഈ കൊറോണ വന്നത്. ഇനി കൊറോണയൊക്കെ മാറിക്കഴിഞ്ഞിട്ട് നല്ല ആഫ്രിക്കൻ കാഴ്ചകളൊക്കെ ആയിട്ട് അതെ വീണ്ടും ആഫ്രിക്കയിലൊന്ന് പോയി സഞ്ചരിച്ച് അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് വീഡിയോസൊക്കെ ചെയ്യാം. ഇപ്പോൾ ഏതായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. ഇനിയും കുറേ കഥകളുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം കഥകൾ പറയുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വെറുപ്പിക്കാനായിട്ട് താല്പര്യമുള്ള ഒരു വ്യക്തിയല്ല. പിന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വീണ്ടും കഥകളുമായിട്ട് എപ്പോഴെങ്കിലും നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്. തൽക്കാലം നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക, എന്നും ചിരിക്കുക, ഞങ്ങളുടെ കൂടെ ഉണ്ടാവുക. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ വേറൊന്നും നോക്കണ്ട, അല്ലേ? ബൈ.